ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അതുപോലെ ഇന്ന് ഫുൾ ഡേ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ വിചാരിച്ചാട്ടോ തുടങ്ങാറ്, പക്ഷേ ഇടയ്ക്ക് വെച്ച് മടി പിടിച്ചു പോകും. അങ്ങനെ രാവിലെ എണീറ്റപാടെ തന്നെ തുണി കഴുകാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ ഇടുന്നുണ്ട്. ഇന്ന് അവധി ദിവസമാണ്, ഒരു ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അവധി ദിവസം ആയതുകൊണ്ട് തന്നെ എപ്പോഴത്തേം പോലെ ഇന്നും ലേറ്റായിട്ടാണ് എണീറ്റത്. അങ്ങനെ തുണിയൊക്കെ വിട്ടതിന് ശേഷം നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ടൈമിൽ വാവയും ഇക്കായും ഒക്കെ എണീറ്റിട്ടുണ്ട്. വാവയാണെങ്കിൽ നല്ല കളിയാണ് കേട്ടോ തുണിയൊക്കെ വെച്ച്. അങ്ങനെ ആളുടെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വാവേനെ ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ആദ്യം തന്നെ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം നമുക്ക് ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഓയിലാട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ സവോളയും അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പൊതുവേ മുട്ട റോസ്റ്റിനും തക്കാളി അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടായിരുന്നില്ല, കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കും. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി അങ്ങനെ ചേർക്കാറില്ല. അങ്ങനെ ആവശ്യത്തിന് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റി പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ തലേ ദിവസം ഭയങ്കര പ്ലാനിങ് ആയിരുന്നു കേട്ടോ കറങ്ങാൻ പോകാമെന്നൊക്കെ. പക്ഷേ രാവിലെ ആയപ്പോൾ ഇക്കാക്ക് നല്ല മൈഗ്രെയിനൊക്കെ ആയിപ്പോയി. എന്നാലും കുറച്ച് സമയം കഴിയുമ്പോൾ മാറും കേട്ടോ വിചാരിച്ചത്. ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അവധി ദിവസം ഫുൾ ആൾ കിടപ്പായിരുന്നു കേട്ടോ, മൈഗ്രെയിൻ കാരണം അത്രയ്ക്ക് പാടായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളി റോസ്റ്റിലായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പം നമ്മൾ ഇന്നലത്തെ ഇടിയപ്പമായിരുന്നു കേട്ടോ, കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ആകപ്പാടെ 4 ഇടിയപ്പമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇടിയപ്പ ചെമ്പൊക്കെ കഴുകിയെടുക്കാൻ മെനക്കേടായതുകൊണ്ട് പൊട്ടുകുറ്റി വെച്ച് തന്നെ ഇടിയപ്പം ചൂടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഓരോ ഇടിയപ്പമായിട്ടും ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആകപ്പാടെ 4 ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് പുട്ടും കൂടി പുഴുങ്ങുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവിയൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ഇടിയപ്പമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്ത് നമ്മൾ ഉള്ളി റോസ്റ്റിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇടിയപ്പമൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചായ വെക്കുന്നുണ്ട്. അപ്പോൾ കടിഞ്ചായയാണ് കേട്ടോ. ഇതോടൊപ്പം തന്നെ നമ്മൾ പുട്ടും പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലാസ്റ്റായിട്ട് നമ്മൾ മുട്ടയുടെ തൊലിയും കൂടിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ വാവ എണീറ്റിട്ടുണ്ടായിരുന്നു. ആൾ നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ആളെ ഫ്രഷ് ആക്കിയതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നു. പിന്നെ ഇന്നലത്തെ ബീഫ് കറിയും കൂടെ കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഉള്ളി റോസ്റ്റിലോട്ട് ചേർത്തിട്ടുണ്ട്. അങ്ങനെ മുട്ടയൊക്കെ പൊളിച്ച് നമ്മൾ കറിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതാ പുട്ടും മുട്ടക്കറിയും അതുപോലെ ഇക്കാക്ക് ഇടിയപ്പം മുട്ടക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കടും ചായയും കൂടി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഗ്ലാസ്സിലോട്ട് ആക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടാട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എണീറ്റപ്പോഴും നല്ല ലേറ്റ് ആയിരുന്നു. പിന്നെ ഇത്തവണ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ വാവ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുട്ടും കഴിച്ച് അതുപോലെ എഗ് ബൈറ്റും ഒക്കെ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ തുണിയൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് വിരിക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത തുണിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നീട് അതിന് ശേഷം നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ പരിപാടിക്ക് ഇറങ്ങി. അതിന് മുമ്പായിട്ട് ജസ്റ്റ് ക്ലീനിങ്ങും പിന്നെ വാവിൻ്റെ കുളിപ്പീരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഈ ബീഫ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ, തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. കഴിഞ്ഞ തവണ നമുക്ക് ഇതുപോലെ ഓഫറൊക്കെ ഇട്ട ടൈമിൽ നമ്മൾ അവിടെ പോയി 1.5 കിലോ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് അത് കറി വെച്ച ടൈമിൽ ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു കേട്ടോ. ഓരോ വിസിൽ വരുമ്പോഴും അത്രയും പഴക്കം ചെന്ന ബീഫായിരുന്നു. സോ ഇക്ക അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കയുടെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്നലെ അതേ കടയിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അവർ ഇതുപോലെ ബീഫ് കൊടുത്തു കേട്ടോ.
അങ്ങനെ ആ ബീഫാണ് നമ്മളിപ്പോൾ കറി വെക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് റെഡിയാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ദോശക്കുള്ള മാവും കൂടി അരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ കുറച്ച് കൂടുതൽ മാവൊക്കെ അരയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വ്ളോഗിൽ ദോശ തന്നെയായിരിക്കും കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ ദോശമാവൊക്കെ അരച്ചതിന് ശേഷം ലാസ്റ്റായിട്ട് കുറച്ച് സോഡാപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എപ്പോൾ മാവ് കുറച്ച് കൂടുതൽ അരച്ചാലും മാവ് പൊന്തി താഴെ പോകാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്താണ് ബിരിയാണി പോട്ടിൻ്റെ അകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ താഴെ വീണാലും നമുക്കെടുത്ത് യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം വിസിലൊക്കെ വരാറായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചോപ്പ് ചെയ്തത് വെളിച്ചെണ്ണയിലിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ കുക്കറുള്ളത് ചെറിയ കുക്കറാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ ആവി പോയാൽ മാത്രമേ ബീഫ് കറി വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബീഫിൻ്റെ മസാല ഈ പാനിൽ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ സവോളയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ വഴറ്റി ഒരു സവോളയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ടൈമിൽ ഐസും ഇക്കായും നല്ല കളിയാണ് കേട്ടോ. അവർ നല്ല കമ്പനി അടിക്കുന്ന ടൈമിൽ സത്യത്തിൽ അടുക്കളയിൽ ഒറ്റയ്ക്ക് ഇന്ന് ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി തീർക്കാറാണ് കേട്ടോ പതിവ് ഇക്കാക്ക് അവധിയുള്ള ദിവസം. അങ്ങനെ ഇതാ നമ്മളെ പൊടികളായിട്ടും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഐസിന് വേണ്ടി ക്യാരറ്റും മെഴുക്കിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പാനൊക്കെ ചൂടായി കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞല്ല കേട്ടോ എടുത്തത്, ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്ത് ഞാൻ എപ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കാറ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെതാ നമ്മൾ ക്യാരറ്റ് മെഴുക്കൊക്കെ സെറ്റായിട്ടുണ്ട്. ആ ഒരു ടൈമിലാട്ടോ നമ്മൾ ആ ചോറിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയി കിട്ടിയത്. പിന്നീട് നമ്മൾ ബീഫിൻ്റെ മസാല ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം എന്താ നമ്മൾ നേരെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 കിലോ അടുത്ത് ബീഫ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. കണ്ടിട്ട് നല്ല ബീഫായിട്ടാട്ടോ തോന്നിയത്. എല്ലും ഒക്കെയുള്ള ബീഫായിരുന്നു. അങ്ങനെ അതാ നമ്മൾ ബീഫും കൂടി കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ എല്ലാം കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ചൊരു 10 വിസിലടുപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും പോയി ഒന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്തു. അങ്ങനെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മളുടെ ബീഫ് കറിയും അതുപോലെ തന്നെ ക്യാരറ്റും പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. നല്ല ഒന്നാന്തരം ബീഫ് കറി ആയിരുന്നു കേട്ടോ. നല്ല ബീഫായിരുന്നു, നല്ല ഫ്രഷ് ആയിരുന്നു. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന സെയിം കറിയുടെ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വാവയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പതിവില്ലാത്ത ആൾ ഫുഡ് കഴിക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾക്ക് കണ്ടോക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ വാവയ്ക്ക് ആദ്യം ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാനും കഴിക്കുവാണ് കേട്ടോ. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ ടൈമിൽ ഇക്ക പോയി ഷവർമ മേടിച്ചുകൊണ്ട് വന്നു. സാധാരണ ഇങ്ങനെ റോളായിട്ടാട്ടോ കിട്ടാറ്, പക്ഷേ ഇത്തവണ ഇങ്ങനെ കട്ട് ചെയ്താണ് കിട്ടിയത്. മുകളിൽ മയോണൈസാണ് കേട്ടോ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഷവർമയിൽ നിറച്ച് മല്ലിയിലയൊക്കെ കാണും കേട്ടോ. വെജിറ്റബിൾസൊക്കെ വളരെ കുറവാണ്. ചിക്കനും മല്ലിയിലയൊക്കെ തന്നെയാണ് കേട്ടോ കൂടുതലും. നല്ല അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇത് 2 ഷവർമയാണ് കേട്ടോ. കൂടെ നമ്മൾ പെപ്സിയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം രാത്രിയൊക്കെ ആയ ടൈമിൽ നമുക്ക് ഓൾറെഡി ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വേണ്ടി പൂരിയും പിന്നെ ഇക്കാക്ക് പുട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്കാക്ക് വേണ്ടി പുട്ടുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
പിന്നെ വാവയ്ക്ക് ഓൾറെഡി ക്യാരറ്റും ചോറും ഒക്കെ ആയിരുന്നു കേട്ടോ രാത്രി. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് വെളുപ്പാങ്കാലത്ത് ഒരു 3 മണിയൊക്കെ ആയപ്പോഴാട്ടോ നമ്മൾ ഉറങ്ങിയത്. കൂടുതൽ ഐസ് ഭയങ്കര അലമ്പായിരുന്നു, ആൾ ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. സോ ഒരുപാട് ലേറ്റായിട്ടാട്ടോ നമ്മൾ ഉറങ്ങുകയൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അത്രയൊക്കെയുള്ളൂ കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.